പത്തനംതിട്ട തിരുവല്ല സ്പാ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ ഒളിവിൽ പോയ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. പോലീസ് കുണ്ട അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടെന്ന സംശയത്തെ തുടർന്ന് ആഭ്യന്തര അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി വിസ്മയ പ്രകാശ് ചേരുന്നു. വിസ്മയ, ഇപ്പോൾ ഈ ഒരു സ്പാ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത ഈ ഒരു കേസിൽ ഇപ്പോൾ ഏറെ ആരോപണം ഉന്നയിക്കുന്നത് ഈ ഒരു പോലീസ് കുണ്ട അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ട് എന്നൊരു സംശയമാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച ഒരു ആഭ്യന്തര അന്വേഷണത്തിനാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, നിലവിൽ ഈ കേസിൽ 6 പ്രതികളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതിൽ 2 പ്രതികളാണ് പിടിയിലായിരിക്കുന്നത്. അതായത് മരണം സുബിൻ, കാപ്പ കേസ് പ്രതിയായ മരണം സുബിൻ എന്ന് അറിയപ്പെടുന്ന സുബിൻ അലക്സാണ്ടറും അതുപോലെ തന്നെ ബെർലിൻ ദാസ് എന്ന പ്രതിയുമാണ് നിലവിൽ പിടിയിലായിരിക്കുന്നത്. ബാക്കി 4 പ്രതികൾ ഇനിയും പിടിയിലാകാനുണ്ട്. ഇവർക്കായുള്ളൊരു തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. അതിനായി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. ഈ ഒരു എസ്പിയുടെ കയ്യിൽ നിന്ന് ഡിവൈഎസ്പിയിലേക്ക് അന്വേഷണം കൈമാറ്റം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും ഈ ഒരു കേസിൽ പ്രതികൾക്കായുള്ളൊരു ഊർജിതമായ ഒരു അന്വേഷണം നടത്തുക. എന്തായാലും ഇന്ന് ഈ ഒരു കേസിൽ കൂടുതൽ പ്രതികൾ പിടിക്കപ്പെടും എന്നുള്ളൊരു കാര്യമാണ് അറിയാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിലൊരു ആഭ്യന്തര അന്വേഷണവും പോലീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് പോലീസ് ഗുണ്ട അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്നൊരു സംശയത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഒരു തിരുവല്ല സ്പായിൽ പോലീസ് മാസപ്പടി വാങ്ങിക്കുന്നുണ്ടെന്നുള്ളൊരു ആരോപണം ഉയർന്നിട്ടുണ്ട്. അതിനാലാണ് ഈ ഒരു ഗുണ്ടകളും പോലീസും തമ്മിലൊരു അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടെന്നൊരു സംശയത്തെ തുടർന്ന് ആഭ്യന്തര അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പ്രതികൾക്കായുള്ള ഒരു അന്വേഷണം ഒരു വശത്ത് നടക്കുമ്പോൾ ഇതുപോലെ തന്നെ ഒരു ഗുണ്ടകൾ അതും പോലീസും തമ്മിലുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ടെന്നുള്ള നിലയിലുള്ള ഒരു ആഭ്യന്തര അന്വേഷണം മറ്റൊരു വശത്ത് നടക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു കാര്യം, അതായത് ഇതിൽ മുന്നേ തന്നെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഈ ഒരു കേസ് സംഭവം നടന്നിട്ട് പോലും പോലീസ് അതിൽ അന്വേഷണം ഊർജിതമല്ലേ, പോലീസിൻ്റെ ഭാഗത്ത് നിന്നൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു കാര്യം മുന്നേ തന്നെ ഇന്നലെ ഒരു സംഭവം നടന്നൊരു സമയത്ത് തന്നെ ആരോപണം ഉയർന്നിട്ടുണ്ടായിരുന്നു. ഫെബ്രുവരി 1 നടന്ന സംഭവത്തിൽ 3 എഫ്ഐആർ ഇട്ടത് എന്നുള്ളൊരു കാര്യം കൂടെ ആരോപിച്ചിരുന്നു. എന്തായാലും പക്ഷേ ആ ഒരു ആരോപണം പൂർണ്ണമായി തള്ളിയിരിക്കുകയാണ് ജില്ലാ പോലീസ് മേധാവി. അതായത് കേസിൽ കൃത്യമായ അന്വേഷണം നടത്തിയിട്ടുണ്ടെന്നും അതുപോലെ തന്നെ 1-ാം തീയതി ഉണ്ടായ ഒരു സംഭവത്തിൽ 3-ാം തീയതി കൃത്യമായ തെളിവുകൾ വെച്ച് തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അതിനുള്ള കൂടുതൽ അന്വേഷണം, പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ചുള്ളൊരു കൂടുതൽ അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ മറ്റൊരു കാര്യം, അതായത് ഇന്നലെയാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നത്. ഇന്നലെയാണ് ഈ ഒരു തിരുവല്ലയിലെ ഒരു സ്പാ ജീവനക്കാരിയെ 6 പേർ ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്തു എന്നുള്ളൊരു കാര്യമായിരുന്നു. ഒരു ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു നമുക്ക് ഇന്നലെ ലഭിച്ചത്. അതിൽ തന്നെ അതിൽ ഒരു CCTV ദൃശ്യങ്ങളും അതിന് ലഭ്യമായിട്ടുണ്ടായിരുന്നു. ആ CCTV ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇവർ ഗുണ്ടാപിരിവിനായിട്ടാണ് ഇവർ ഈ ഒരു സ്പായിലേക്ക് കടന്നു വരുന്നത്. ഗുണ്ടാപിരിവ് വേണമെന്ന് ആവശ്യപ്പെട്ട് ഇവർ സ്പായിൽ നിരന്തരം വന്നിരുന്നു. എന്നാൽ 40,000 മുതൽ 50,000 വരെ ആയിരുന്നു ഇവർ ചോദിച്ചിരുന്ന ഒരു ഗുണ്ടാപിരിവെന്ന് പറയുന്നത്. അത്രയും തുക കൊടുക്കാനില്ലാത്തതിനാൽ തന്നെ ഇവർ ഗുണ്ടാപിരിവ് നൽകാനില്ലെന്ന് പറയുകയും പിന്നീട് 2ാമത്തെ പ്രാവശ്യം വീണ്ടും ആ ഒരു സ്പായിലേക്ക് കടന്നു വരികയും ഇത്തരത്തിൽ ഈ ഒരു ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ അവരെ ഭീഷണിപ്പെടുത്തുകയും അതുപോലെ തന്നെ അതിലൊരു സ്പാ ജീവനക്കാരെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയുമായിരുന്നു. അതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സംഭവം നടക്കുന്നല്ലേ, കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുന്ന സമയത്ത് ഈ ഒരു സംഭവങ്ങൾ മൊബൈലിൽ ഒരു പ്രതി ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇതിന് ശേഷം ഇവർ ഇവിടെ നിന്ന് പോകുമ്പോൾ 25,000 രൂപ ആ സ്പായിൽ നിന്ന് കൈക്കലാക്കിയ ശേഷമാണ് ഈ പ്രതികൾ പോകുന്നതും. എന്തായാലും വലിയൊരു ഞെട്ടിക്കുന്നൊരു വാർത്തയാണ്. അതായത് പട്ടാപ്പകലാണ് ഇത്തരത്തിലൊരു സംഭവം ഇന്നലെ പുറത്ത് വന്നിരിക്കുന്നത്. അതായത് പട്ടാപ്പകലാണ് തിരുവല്ലയിൽ ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഇത്രയും വലിയ സംഭവം നടന്നിട്ട് എന്തുകൊണ്ട് ഈ ഒരു കേസിൽ അന്വേഷണം വൈകി, അല്ലെങ്കിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ വൈകി എന്നുള്ളൊരു സംശയങ്ങളും ആരോപണങ്ങളും ഉയരുന്നുണ്ട്. അതിൽ തന്നെയാണ് ഈ പോലീസ് അവിശുദ്ധ കൂട്ടുകെട്ട് അന്വേഷിക്കാനായുള്ള ഈ ആഭ്യന്തര അന്വേഷണം അതുകൊണ്ട് തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ പോലീസ് മാസപ്പടി സ്പാ ജീവനക്കാരികളിൽ നിന്ന് മാസപ്പടി വാങ്ങുന്നുണ്ടെന്നൊരു ആരോപണവും ഉയരുന്നുണ്ട്. അതിലും ഒരു അന്വേഷണം തീർച്ചയായും ഉണ്ടാകും. എന്തായാലും നിലവിൽ ഈ ഒരു 6 പ്രതികളിൽ 4 പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ ഒരു പ്രതികൾ ഇന്ന് തന്നെ പിടിക്കപ്പെടുമെന്നാണ് ലഭിക്കുന്ന വിവരം. ദീപ്തി, ശരി.
തിരുവല്ലയിൽ സ്പാ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ ഒളിവിൽ പോയ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. പോലീസ് കുണ്ട അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടെന്ന സംശയത്തെ തുടർന്ന് ആഭ്യന്തര അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. 2 പ്രതികളാണ് നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത്. മരണം സുബൈറും അതുപോലെ തന്നെ ബെർലിൻ ദാസുമാണ് ഇതുവരെ അറസ്റ്റിലായിരിക്കുന്നത്. മറ്റ് പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ പോലീസ് കുണ്ട അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടെന്ന സംശയത്തെ തുടർന്ന് ഉന്നത നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഒരു ആഭ്യന്തര അന്വേഷണത്തിന് നിർദ്ദേശിച്ചിരിക്കുന്നത്. സ്പാകളിൽ നിന്നും മാസപ്പടി വാങ്ങുന്ന പോലീസുകാർ തിരുവല്ല സ്റ്റേഷനിൽ ഉണ്ടെന്നാണ് ഉയരുന്ന ഒരു സംശയം. പോലീസുകാരിൽ ചിലർ സ്പാകളിൽ നിത്യസന്ദർശകരാണെന്നും പുറത്തുവരുന്ന വിവരങ്ങളുണ്ട്. നിലവിൽ ഈ ഒരു കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. ഇന്ന് കൂടുതൽ അറസ്റ്റ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയാണ്. നിലവിൽ 2 പേരാണ് ഈ ഒരു കേസിൽ 6 പ്രതികളുള്ള കേസിൽ 2 പേരാണ് നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത്. മറ്റ് പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. വിസ്മയ പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്.